വെൽക്കം ടു അവർ ചാനൽ എജു ഈസ്. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ എല്ലാ വർഷവും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നറേഷൻ. അത് 8 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. നമുക്ക് ആ ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ നറേറ്റ്സ് 2 മെമ്മറബിൾ എക്സ്പീരിയൻസസ് ഓഫ് എ ബോയ്. നറേറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ് ദ ബോയ്സ് എക്സ്പീരിയൻസ് ഇൻ ബനിയൻ ട്രീ. നമുക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നൊരു ചോദ്യമാണ്. ഈ ചോദ്യം ഒരു 8 മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിലത് സുരക്ഷിതമായി അത് പഠിച്ചു വെച്ചിരുന്നാൽ നമുക്കത് 8 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, കയ്യിൽ സെറ്റാക്കി വെക്കാം. അപ്പം അതിനുള്ള ഉത്തരവായിട്ടാണ് ഞാനിന്ന് എജു ഈസിലോട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ആൻസറിലേക്ക് കടക്കാം. എ ബോയ് വാസ് സിറ്റിംഗ് ഓൺ എ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് എ ബനിയൻ ട്രീ. ഹി സോ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര ആൻഡ് എ മംഗൂസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ബുഷസ്. നമ്മൾ ആ ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പം ഒരു കുട്ടി എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ ആ ബോയ് ഒരു ബനിയൻ ട്രീയുടെ മുകളിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ വെച്ച് അവൻ കണ്ടുമുട്ടുന്നത് എന്താണ്, ഒരു ബ്ലാക്ക് കോബ്രയും ഒരു മംഗൂസും തമ്മിൽ ആ ബുഷസിൻ്റെ അവിടെ വെച്ച് അവർ രണ്ടുപേരും ഇങ്ങനെ മീറ്റ് ചെയ്തേക്കുന്നത് ഈ കുട്ടി അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. നമുക്ക് കഥയൊക്കെ കറക്റ്റായിട്ട് അറിയാം. ദ കോബ്ര ന്യൂ ദാറ്റ് ദ മംഗൂസ് വാസ് എ വെരി ഗുഡ് ഫൈറ്റർ. കോബ്രയ്ക്ക് നല്ല രീതിയിൽ അറിയാം നമ്മുടെ മംഗൂസ് എന്ന് പറഞ്ഞത് ഒരു ഗുഡ് ഫൈറ്റർ തന്നെയാണ്. ഹൗവർ ദ കോബ്ര വാസ് ഫാസ്റ്റ് ആൻഡ് ഹാഡ് എ ഡെഡ്ലി പോയിസൺ. നമുക്ക് ആ കോബ്ര നല്ല തന്ത്രശാലിയാണ്. കാരണം വെച്ചാൽ മംഗൂസ് ഏതൊക്കെ തരത്തിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നുള്ള കാര്യമൊക്കെ കോബ്രയ്ക്ക് നന്നായിട്ട് അറിയാം. കോബ്ര എന്ന് പറഞ്ഞാൽ നല്ല വിഷമുള്ള ഒരു സ്നേക്കാണെന്നും അറിയാം. ദസ് ഇറ്റ് സീംസ് ലൈക്സ് എ വാർ ഓഫ് 2 ചാമ്പ്യൻസ്. നമ്മുടെ കുട്ടി അവിടെ ഇരുന്ന് എന്ത് ചെയ്യുകയാണ്, ഇവരുടെ രണ്ടുപേരുടെയും വാർ ഓഫ് 2 ചാമ്പ്യൻസ്. രണ്ടുപേരും വിജയികൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒറ്റ നോട്ടത്തിൽ കണ്ട രണ്ടുപേരും അതേപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെ ആ ഒരു വാർ അവൻ അവിടെ ഇരുന്ന് കാണുകയാണ്. ബോത്ത് ദ ആനിമൽസ് വെയർ അൺഅവെയർ ഓഫ് ദ ബോയ്. 2 ആനിമൽസും നമ്മുടെ ആരെ കണ്ടിട്ടില്ല, നമ്മുടെ ആ ബോയിയെ കണ്ടിട്ടില്ല. അപ്പോൾ ബോയ് പറയുന്നതായിട്ടുള്ളതാണ് നമ്മൾ നറേഷൻ കേട്ടോ. സൂൺ 2 സ്പെക്ടേറ്റേഴ്സ് എ മൈന ആൻഡ് എ ക്രോ അറീവ്ഡ് ദെയർ ദ മംഗൂസ് ഓപ്പൺ ദ അറ്റാക്ക്. എന്താണ് രണ്ട് ആനിമൽസും ആ ബോയെ കണ്ടില്ല. അപ്പം എന്താണ്, ആ സമയത്ത് അങ്ങോട്ടേക്ക് 2 സ്പെക്ടേറ്റേഴ്സ് മീൻസ് കാണികൾ കേട്ടോ, കാണികൾ വന്നു. എ മൈന ആൻഡ് എ ക്രോ അറീവ്ഡ് ദെയർ ദ മംഗൂസ് ഓപ്പൺ ദ അറ്റാക്ക്. ദ മംഗൂസ് വാസ് ഫാസ്റ്റർ ആൻഡ് ക്വിക്കർ ഇൻ മോഷൻ ദാൻ ദ സ്നേക്ക്. ദ കോബ്ര അസ്യൂംഡ് എ പോസ്ചർ ആൻഡ് ഡിഫെൻസ് ആൻഡ് ട്രൈഡ് ടു അറ്റാക്ക് ദ മംഗൂസ് ബൈ എ സ്വീപ്പിംഗ് സ്ട്രൈക്ക്. ഫൈനലി ദ മംഗൂസ് ഡ്രാഗ്ഡ് ഇറ്റ് ഇൻസൈഡ് ദ ബുഷസ് വൈൽ ദ മൈന gave a shrill cry of congratulations and flew away. ഇപ്പം മംഗൂസ് അതിലും നല്ല തന്ത്രശാലി, നമ്മൾ പറഞ്ഞില്ല നല്ല തന്ത്രശാലി, നല്ല ബുദ്ധിയുള്ള ഇതായിരുന്നു നമ്മുടെ കീരി എന്ന് പറഞ്ഞാൽ മാക്സിമം എന്ത് ചെയ്തു, ഫൈറ്റ് ചെയ്ത് അവനെ നമ്മുടെ കോബ്രയെ പറ്റിക്കുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്തു, കോബ്ര പല തന്ത്രങ്ങളും നോക്കിയപ്പോൾ അതിനെല്ലാം ആ തന്ത്രത്തെ എല്ലാം മടക്കി വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ മംഗൂസ് എന്ത് ചെയ്തു, തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പാമ്പ് വീണ്ടും എന്ത് ചെയ്തു, കീരിയെ കൊത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പാമ്പ് അതിലെന്ത് ചെയ്യുന്നു, പരാജയപ്പെടുന്നു. കീരി എന്ത് ചെയ്യുന്നു, മറുവശത്ത് കൂടി പാമ്പിൻ്റെ പത്തിയിൽ കടിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, സുരക്ഷിതമായി ചാടി മറിയുകയൊക്കെ ചെയ്തു. പാമ്പ് പെട്ടെന്ന് എന്ത് ചെയ്തു, തളർന്നു പോവുകയും നമ്മുടെ കീരി എന്ത് ചെയ്തു, പാമ്പിനെ കടിച്ചു വലിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു, ബുഷസ് കുറ്റിക്കാരനടുത്തേക്ക് പോയി. ഇതെല്ലാം കണ്ട് നമ്മുടെ മൈന എന്ത് ചെയ്യുവാണ്, കീരിയെ അഭിനന്ദിച്ച ശേഷം എന്ത് ചെയ്യുന്നു, തിരിച്ച് പോകുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വേറെ കുറച്ച് സീൻസൊക്കെ ഉണ്ട്. ക്രോയും മൈനയും തമ്മിൽ കൂട്ടിമുട്ടുകയും ക്രോയയ്ക്ക് പാമ്പിൻ്റെ കടി കേൾക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഞാനൊരു സിമ്പിളായിട്ടൊരു നറേഷനാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവരിലും ഇപ്പം ഇംഗ്ലീഷിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്കും ആ നറേഷൻ എഴുതാൻ പറ്റട്ടെ എന്ന് വെച്ചാണ് ഞാൻ മാക്സിമം അത് ഷോർട്ടാക്കി തന്നേക്കുന്നത്. അപ്പം കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്ത് എഴുതാനുള്ള കഴിവുള്ളവർക്ക് ആ കണ്ടൻറ്റ് ഫുൾ പഠിച്ച വെച്ച് നമുക്ക് എഴുതാം. പക്ഷേ എല്ലാവരെയും കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാനൊരു ഓവറോൾ ഒരു ചെറിയൊരു നറേഷൻ തന്നത്. അപ്പം ഈ നറേഷനും നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ഓൺ സെൻറ്റൻസിലൊക്കെ എഴുതാം. അപ്പം അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ പഠിച്ച കഥയെല്ലാം കൂടെ ഒക്കെ കയറ്റി എഴുതിയാൽ മതി. ഷുവർ ചോദ്യമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഉറപ്പായിട്ടും ഇത് എക്സാമിന് ചോദിച്ചിരിക്കും. 8 മാർക്ക് നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായി തന്നെ വെച്ചിരിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.